അടുത്തത് എം സ്വരാജ് കുപ്പായി വിട്ടിട്ടില്ല. സ്വരാജിന് സ്ഥാനാർത്ഥിയാവാൻ സ്വരാജിന്റെ പേര് അന്തരീക്ഷത്തിലുണ്ട്. സ്വരാജിന് സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമില്ല. സ്വരാജ് നിൽക്കത്തുമില്ല. സ്വരാജ് ആണ് തീരുമാനം എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ സ്വരാജ് പറയാൻ ഞാൻ നിൽക്കില്ല എന്ന് പറയാം. സ്വരാജിനറിയാം സ്വരാജ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റു. കാരണം സ്വരാജ് ഈ മലപ്പുറം ജില്ലയ്ക്കകത്ത് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ 2 പാർട്ടി ഏരിയ കമ്മിറ്റികളുണ്ട് സിപിഎമ്മിന്. ഒന്ന് നിലമ്പൂർ ഏരിയ കമ്മിറ്റി, ഒന്ന് എടക്കര ഏരിയ. അപ്പോൾ അവിടെ പോത്തുകല്ല്, വഴിക്കടവ്, ചുങ്കത്തറ, എടക്കര, മൂത്തേടം ഈ 5 പഞ്ചായത്തുകൾ ഉൾപ്പെടെ എടക്കര ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു സ്വരാജ്. സ്വരാജ് 2004 ഏരിയ സമ്മേളനത്തിൽ സ്വരാജിനെതിരെ മത്സരം ഉണ്ടായി. എം സുകുമാരൻ എന്ന് പറഞ്ഞ പാർട്ടി ഏരിയ സമ്മേളനം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന സ്വരാജ് പരാജയപ്പെട്ടു. സ്വരാജ് മാത്രം തോറ്റെന്നായിരിക്കണം. 2 പേര് പാനലിനെതിരെ മത്സരിച്ചു. അതിലൊരാൾ ജയിച്ചു. അയാൾ ജയിച്ചപ്പോൾ തോറ്റുപോയത് സ്വരാജ്. സ്വന്തം നാട്ടിൽ ഒറ്റ അംഗീകാരം ഇല്ലാത്ത ആളാണ്. ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ പല്ല് വെക്കുമ്പോൾ തൊട്ട് കാണുന്ന അതിനപ്പുറത്ത് കാണുന്ന അയൽക്കാർ വോട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒന്നും കൊള്ളാത്തോണെന്നുള്ള പ്ലേയാ. സ്വരാജിനെതിരെ നാട്ടുകാരുടെ ഭയങ്കര വികാരമാണ്. സ്വരാജിന് സ്വന്തം പഞ്ചായത്തിലേക്ക് വാർഡിലേക്ക് മത്സരിച്ച സ്വരാജ് ജയിക്കില്ല. പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിക്കില്ല. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിക്കില്ല. സ്വന്തം മണ്ഡലത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാൽ സ്വരാജിന്റെ നിലവിലുള്ള സ്വഭാവം വിജയിക്കില്ല. ആളുകൾ ഭയങ്കര പൂർവ്വകാല എസ് ടിക്കാർക്ക് എന്നോട് പറയുന്നതാണ്, അവൻ നിന്ന് കിട്ടണം, നീ അവനെതിരെ സ്റ്റോറി ചെയ്യില്ല, അവൻ നിന്ന് കിട്ടണം, നമുക്ക് തോപ്പിക്കാനുള്ള അവസരമാണെന്ന് പറഞ്ഞു. സ്വരാജിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ പക്ഷെ അവർ രഹസ്യമായിട്ട് നമ്മളോട് പറയുന്ന കാര്യം സ്വരാജ് അസീകാരനാണ്. അപ്പം സ്വരാജ് നിന്ന് കഴിഞ്ഞാൽ പോകും.